മുഖ്യമന്ത്രി പിണറായി വിജയനും മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനുമെതിരെ ഗുരുതര ആരോപണങ്ങളുമായി സ്വപ്ന സുരേഷ്. ഭീകരവാദ ബന്ധം സംശയിക്കുന്ന UAE പൗരന് രക്ഷപ്പെടാൻ മുഖ്യമന്ത്രി അവസരമൊരുക്കിയെന്ന് സ്വപ്ന സുരേഷ് പറഞ്ഞു. രാജ്യത്ത് നിരോധിച്ച സാറ്റലൈറ്റ് ഫോണുമായി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ പിടിയിലായ UAE പൗരനെയാണ് രക്ഷപ്പെടുത്തിയത്. 2017 ജൂലൈ 4 UAE പൗരൻ പിടിയിലായത്. രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കാണ് കൊറിയൻ നിർമ്മിത തോറിയ സാറ്റലൈറ്റ് ഫോൺ ഉപയോഗിച്ചിരുന്നതെന്ന് നേരത്തെ കണ്ടെത്തിയിട്ടുണ്ട്. ഇതേ തരത്തിലുള്ള ഫോൺ ഉപയോഗിച്ചയാളെയാണ് സർക്കാർ സംവിധാനങ്ങൾ ദുരുപയോഗിച്ച് രക്ഷപ്പെടുത്തിയത്. CISFന്റെ പരാതിയിൽ നെടുമ്പാശ്ശേരി പോലീസ് കേസെടുത്തെങ്കിലും കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ചു. മകന്റെയും മകളുടെയും ബിസിനസ് താൽപര്യങ്ങൾ സംരക്ഷിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിച്ചത്. യാതൊരു തെളിവുമില്ലാതെയാണ് തനിക്കെതിരെ ഭീകരവാദ വിരുദ്ധ നിയമങ്ങൾ ചുമത്തിയത്. എന്നാൽ മുഖ്യമന്ത്രിക്കെതിരെ വ്യക്തമായ തെളിവുകളാണ് താൻ പുറത്തുവിടുന്നതെന്നും സ്വപ്ന സുരേഷ് കൊച്ചിയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. When he came to know that a band Thuraiya satellite phone main ആയിട്ട് ടെററിസ്റ്റ് ആക്ടിവിറ്റീസിന് ഉപയോഗിക്കുന്ന ഫോൺ വെച്ച് ഒരു UAE നാഷണലിൽ പിടിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഒരു ഗ്യാരണ്ടിയും ഇല്ലാതെ ഒരു ഫർദർ ഇൻവെസ്റ്റിഗേഷനും ഇല്ലാതെ 30-ാം തീയതി മുതൽ 4-ാം തീയതി വരെ അദ്ദേഹം ഇവിടെ കേരളത്തിൽ നിന്നുകൊണ്ട് എന്തൊക്കെയാണ് ചെയ്തതെന്ന് ഒരു അന്വേഷണവും ഇല്ലാതെ ചീഫ് മിനിസ്റ്റർ ആൻഡ് ശിവശങ്കർ സർ ഹാസ് ഹെൽപ് ദ കോൺസുൽ ജനറൽ ആൻഡ് ദ കോൺസുലേറ്റ് ടു ഹെൽപ് സംബഡി എസ്കേപ്പ് മീൻസ് എ ടെററിസ്റ്റ് to escape from the country. മസ്കറ്റിലേക്ക് പോകുന്നതിനായി 2017 ജൂലൈ 4 നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയ UAE പൗരന്റെ ബാഗ് സ്കാനിംഗ് നടത്തിയപ്പോഴാണ് സാറ്റലൈറ്റ് ഫോൺ കണ്ടെത്തിയത്. ഗുസാൻ മുഹമ്മദിന്റെ ഇന്ത്യ സന്ദർശനം തന്നെ ദുരൂഹമായി തുടരുമ്പോഴാണ് സ്വപ്ന സുരേഷിന്റെ പുതിയ വെളിപ്പെടുത്തലുകൾ. ജനം, കൊച്ചി.